മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. എല്ലാവർക്കും ഈ 4-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ 4-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ജീവിതശൈലി രോഗങ്ങളിൽ ലിവർ ഡിസീസ് അതുപോലെ ഫാറ്റി ലിവറിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മൾ കാണുന്നത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എങ്ങനെയാണ് ഈ ലിവർ ഡിസീസിനും ഫാറ്റി ലിവറിനും നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. നമ്മളുടെ കൂടെ ഡോക്ടർ ജോളി തോംസൺ ആണുള്ളത്. ഡോക്ടർ ശരിക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏത് രീതിയിലും മരുന്നും സർജറിയും ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് ഫോക്കസ്. ആദ്യമായിട്ട് ഡോക്ടറിനോടുള്ള ചോദ്യം, ശരിക്കും ഈ ജീവിതശൈലി ക്രമീകരണം എന്ന് പറയുമ്പോൾ പലരും സ്വന്തമായിട്ട് ജീവിതശൈലി ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പലർക്കും അങ്ങനെ അതുകൊണ്ട് ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്. അപ്പം പിന്നെ എപ്പോഴാണ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് ഒരു ആവശ്യം വരിക? ബേസിക്കലി ഫാറ്റി ലിവറിന്ന് നമ്മളൊരു റിസൾട്ട് കണ്ടാൽ പലപ്പോഴും ഡോക്ടേഴ്സ് അതിന് ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും സ്കാൻ ചെയ്തത്. അൾട്രാസൗണ്ട് സ്കാൻ ആണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ സ്കാൻ നോക്കിയപ്പോൾ ചിലപ്പോൾ വയറുവേദനയ്ക്കായിരിക്കും ചെയ്തത്. അപ്പം ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഒരു യൂറിനറി പെയിൻ എന്താണെന്നുള്ളൊരു വയറുവേദനയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും ചിലപ്പോൾ റിപ്പോർട്ടൊക്കെ വന്നപ്പോഴേക്കും വയറുവേദന മാറിയിട്ടുണ്ടാകും. അപ്പം ഫാറ്റി ലിവർ ഗ്രേഡ് 1 2 ഉണ്ട്. ഗ്രേഡ് 1 ആണ് ചിലപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞില്ല എന്ന് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ കേരളീയരൊക്കെ പ്രബുദ്ധരാണെന്നാണല്ലോ. അപ്പം നമ്മളൊരു സ്കാൻ റിപ്പോർട്ടൊക്കെ കണ്ടാൽ അവനവനും കൂടെ ഒന്ന് വായിച്ചു നോക്കണം. ആർക്കും വെച്ചാലും അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവർ, ഇപ്പോൾ എല്ലാവർക്കും തന്നെ അത്യാവശ്യം മക്കൾക്ക് പ്രായമായവർക്ക് അറിയില്ലെങ്കിലും മക്കൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയായിരിക്കും. അപ്പോൾ അത് ഫാറ്റി ലിവർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു സീരിയസ് ആയിട്ട് എടുക്കുക, ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും. കാരണം ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാതെ തിരിച്ച് ഫാറ്റി ലിവർ അത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളത് ചെയ്തില്ലെങ്കിൽ അത് 2ലേക്ക് വരും. പിന്നെയും അതിൻ്റെ കൂടെ ആൽക്കഹോളും അങ്ങനത്തെയൊക്കെ ഉപയോഗം കൂടെ ഉണ്ടെങ്കിൽ അത് 3ഉം 4ഉം ഒക്കെ ആകാൻ ഓരോ സാഹചര്യം അനുസരിച്ച് ഓരോരുത്തരുടെയും ജെനറ്റിക്സ്, നമ്മുടെ കുടുംബ പാരമ്പര്യമൊക്കെ അനുസരിച്ച് അത് ചിലർക്ക് വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്തെന്നിരിക്കും. അപ്പം സ്വയം നമ്മൾ ജീവിതശൈലി ഇപ്പം നല്ല ഒരു വെരി കെയർഫുൾ ആയിട്ട് നോക്കുന്ന ഡോക്ടറുമാണ്, അല്ലെങ്കിൽ ഡോക്ടർക്ക് അതിനുള്ള ചാൻസും കിട്ടിയാൽ ഫാറ്റി ലിവർ 1 ഉണ്ടെങ്കിൽ അവർ പറയും, അപ്പം നിങ്ങൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക, ചോറിൻ്റെയൊക്കെ അളവ് ഏറ്റവും കൂടുതൽ ചോറല്ലേ കൊടുക്കുന്നത്, ചോറിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുക, അതുപോലെ എക്സസൈസ് ചെയ്യാൻ പറയും. അപ്പം മിക്കവാറും ചോറിൻ്റെ അളവ് കുറച്ചിട്ട് പേഷ്യൻ്റ് എന്തായിരിക്കും ചെയ്യുന്നത്, ചോറ് കുറച്ച് വെച്ചിട്ട് ചപ്പാത്തി കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല. അന്നജം, അത് ചോറോ ചപ്പാത്തിയോ കപ്പയോ ഒക്കെ നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ടത്. ചോറെന്ന് പറയുമ്പോഴും ചിലർ വരുന്നു ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാമെന്ന്, അങ്ങനെയും പേഷ്യൻ്റ് കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അരി വെച്ചുള്ള എന്ത് സാധനം, ഗോതമ്പ് ധാന്യങ്ങളുടെ അളവ് കുറയ്ക്കുക, കൊഴുപ്പിൻ്റെ അളവ്, നട്ട്സും പലരും കരുതുന്നത് അതും കുഴപ്പമില്ലെന്നാണ്. നട്ട്സും കുറയ്ക്കണം, എന്നാലേ നമുക്ക് ഫാറ്റി ലിവറിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. നട്ട്സും ഫ്രൈസും ഒക്കെ കുറച്ചാൽ. പിന്നെ ആർക്കാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ഒരു ഗ്രേഡ് 1 ഒന്നും അല്ല, ഗ്രേഡ് 2ഓ 3യിലേക്കൊക്കെ എത്തി മിക്കവാറും ഗ്രേഡ് 2ഓ 3യിൽ എത്തുമ്പോഴേക്കും അവർ ഒബേസിറ്റി ഉണ്ടാകും, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും മറ്റു രോഗങ്ങളും കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. തൈറോയ്ഡ് കാണും, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉണ്ടാകും, ചിലപ്പോൾ ആർത്രൈറ്റിസ് വന്നിട്ടുണ്ടാകും. ഇതെല്ലാം കൂടെ ഉള്ളവർക്ക് പല രോഗങ്ങളും ഉണ്ട്, മരുന്നും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സെൽഫായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് ഈ മരുന്നിൽ നിന്നും കൂടെ മോചനം നേടണം, എന്നാലേ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വേണ്ടി വരുന്ന മറ്റു രോഗങ്ങൾ സ്വയം കറക്റ്റ് ചെയ്ത്, ഇപ്പം നമ്മൾ സെൽഫായിട്ട് ഈ ലൈഫ് സ്റ്റൈൽ നോക്കുന്നവരും ഫാറ്റി ലിവർ 1 ആണെങ്കിൽ അവരൊരു 3 മാസം നോക്കി അവർ വീണ്ടും ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തത് മാറിയെന്ന് ഉറപ്പ് വരുത്തുക. ഈവൻ മറ്റു രോഗങ്ങളൊന്നും ഇല്ലെങ്കിലും ഫാറ്റി ലിവർ 2 ആണെങ്കിലും അത് മാറിയെന്ന് ഇതിനൊരു 3 മന്ത്സ് കഴിയുമ്പോഴേക്കും ഉറപ്പിക്കണം. പക്ഷെ അത് മാറുന്നില്ലെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ അവർക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ കൊണ്ട് മാറ്റാൻ പറ്റുള്ളൂ എന്ന് അവരോട് തന്നെ ബോധ്യപ്പെടുക. സ്വയം മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് എടുത്ത് കറക്റ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഈ ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ട് മരുന്നുകൾ മാറുന്നതിനെ പറ്റിയാണ്. അപ്പം അങ്ങനെ ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ട് മരുന്നുകൾ മാറുമ്പോൾ ആ മരുന്ന് കഴിക്കുന്നവർ എന്താണ് അറിയേണ്ടത്? ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ വരുന്നു, അതാണ് നമ്മൾ വരുന്നത്. ശാസ്ത്രം
ശരിക്കുമുള്ള ശാസ്ത്രം നമ്മൾ ഇന്ന് പറയുന്നത് നാളെ ശാസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പറയും. കാരണം അതാണ് നമ്മുടെ സയൻസ്. നമുക്ക് ഇന്ന് അറിയാവുന്ന നോളജിനെ സയന്റിഫിക് നോളജ് എന്ന് പറയുന്നു. ഇപ്പം നമ്മള് 100 ഇയേഴ്സ് മുമ്പാണ് നമ്മൾ ഇൻസുലിൻ ഡെവലപ്പ് ചെയ്തത്. ആദ്യമായിട്ട് ഉപയോഗിച്ചപ്പം നമ്മള് ഒരു വലിയ ഡെവലപ്മെന്റ് ആയിരുന്നു. അത് ടൈപ്പ് 1 ഡയബറ്റിസ്, ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറവുള്ളവർക്ക് ആണ് ഇൻസുലിൻ വെരി യൂസ്ഫുൾ ആയിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും ഒന്നും മുമ്പ് നമുക്കൊന്നും അറിയത്തില്ല. തമ്മിലുള്ള വ്യത്യാസമൊന്നും അറിയത്തില്ല. അപ്പൊ എല്ലാ ഡയബറ്റിക് പേഷ്യന്റിനും നമ്മള് ഇൻസുലിൻ കൊടുത്തോണ്ടിരുന്നു. അപ്പം ഈ ഇൻസുലിൻ കൊടുക്കുമ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിന് ഗുണമാണ്. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസിന് ആക്ച്വലി അത് ദോഷമാണ് ചെയ്യുന്നത്. കാരണം ഇൻസുലിന്റെ അളവ് കൂടുക. ഇൻസുലിന്റെ അളവ് കൂടുന്നത് ലിവറിനെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ്. ഇൻസുലിന്റെ അളവ് കൂടുമ്പം ഹൈപ്പർ ഇൻസുലിനീമിയ വരുമ്പം ലിവറിന് ഫാറ്റ് കെട്ടാനുള്ള ചാൻസും ഹെപ്പറ്റൈറ്റിസിലേക്ക് പോയി നാഷ് വന്ന് സിറോസിസ്, ഫൈബ്രോസിസ്, സിറോസിസ് അങ്ങനെ പോകാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് പണ്ട് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ പണ്ട് അറിയില്ലേലും നമ്മൾ അത് ഉപയോഗത്തിൽ അതൊരു കുറെ കാലങ്ങൾ തെറ്റ് ചെയ്താലും കുറെ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണല്ലോ. ഒരു ശരിയല്ലാത്ത കാര്യമാണെങ്കിലും കുറെ അങ്ങ് ഉപയോഗത്തിൽ കൂടെ അതങ്ങ് സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അതായത് മെഡിക്കൽ ഫീൽഡിൽ അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു പോയി. ഇനി അപ്പം ടൈപ്പ് 2 ഡയബറ്റീസിന് ഇൻസുലിൻ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ ഇനി എത്ര വർഷം കഴിയും എനിക്കറിയില്ല. നമുക്കിപ്പോൾ എല്ലാം അറിയാം. ഇപ്പൊ ഇൻസുലിൻ ടെസ്റ്റ് ഒക്കെ വന്നിട്ട് വളരെ ജനറലി ഫ്രീക്വന്റ് ആയിട്ട് ഇൻസുലിൻ സി-പെപ്റ്റൈഡ് ടെസ്റ്റ് ഒക്കെ വന്നപ്പോഴാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയത്. അതിന്റെ ഉപയോഗം ഒന്നും പല ഡോക്ടേഴ്സിന് തന്നെ അറിയത്തില്ല. ഇപ്പൊ ഇപ്പം ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. എത്ര പേഷ്യൻസ് വർഷങ്ങളായിട്ട് ഇൻസുലിൻ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എത്ര പേര് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്? ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ആരൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്? അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഡയബറ്റിക് പേഷ്യൻസ് ഫാറ്റി ലിവറും ഫൈബ്രോസിസും ഉണ്ടാവും. പക്ഷെ ആരും ഇതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടും ഉണ്ടാവില്ല. ഇപ്പൊ എൻഡോക്രൈനോളജിസ്റ്റ് ആണെങ്കിലും വളരെ റെയർ ആയിട്ടാണ്. കാരണം നമ്മളെല്ലാവരുടെയും പേഷ്യൻസ് വരുന്നവരുടെ റിപ്പോർട്ട്സും വർഷങ്ങളായിട്ട് എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് ഡയബറ്റീസിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ പലപ്പോഴും അവർ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. പലരുടെയും ഇൻസുലിൻ ലെവലൊക്കെ വെരി ഹൈ ആയിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ഞാൻ 300ന് മുകളിലൊക്കെ ഇൻസുലിൻ മാക്സിമം ആകുന്നത് 25 ശരിക്കും നോർമലി ഉള്ള ഒരാളുടെ ഇൻസുലിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 or 5 ഒക്കെ നിന്നാൽ മതി. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴാണ് ഇത്തിരി കൂടും. അത്ര ഇതിന്റെ ആവശ്യമുള്ളൂ ശരിക്കും. പക്ഷെ ഇത് 25 അല്ല 250ക്ക് മുകളിലുള്ള 10 ടൈംസ് കൂടുതലാ. ഇപ്പൊ നമുക്ക് മറ്റുള്ള ഹോർമോൺസ് ഒക്കെ ഏത് ഹോർമോണും കൂടിയാൽ ഹെൽത്തിന് നല്ലതല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഈ ഇൻസുലിൻ ലെവൽ ആരും ഇവിടെ അവൈലബിൾ ആണെങ്കിലും ആരും നോക്കുന്നില്ല. അപ്പം ശരിക്കും ടൈപ്പ് 2 ഈ ഫാറ്റി ലിവർ പേഷ്യൻസും ഡയബറ്റിക് പേഷ്യൻസും ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ട അവരുടെ ഇൻസുലിൻ ലെവൽ കൂടുതലാണോ, നോർമലാണോ, കുറവാണോ എന്നറിയാം. അപ്പം പിന്നെ പല ഡയബറ്റീസിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളും ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതും പറ്റാതെ നമ്മുടെ പാൻക്രിയാസിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഈ ഇൻസുലിനും കൂടെ കൊടുത്തു തുടങ്ങുക. അപ്പം പിന്നെ ലിവറിന് പ്രോബ്ലം വന്നാലും പലപ്പോഴും ഇൻസുലിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം ഇൻസുലിൻ നേരെ ഇഞ്ചെക്ട് ചെയ്യുകയല്ലേ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ലിവറിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട്. പക്ഷേ വേറൊരു ഇൻഡയറക്ട്ലി പ്രത്യേകിച്ച് ഒബേസ് ആയിട്ടൊക്കെ ഉള്ളവരുടെ ഇൻസുലിൻ ലെവൽ ഒത്തിരി കൂടുതലായിരിക്കും. ഇൻഡയറക്ട്ലി അവർക്ക് വീണ്ടും ലിവറിന് പ്രോബ്ലമാണ്. ടാബ്ലറ്റ് കൊണ്ട് ശരിയാ ഫസ്റ്റ് ക്ലാസ് ലിവറിലേക്ക് ചെല്ലുന്നതുകൊണ്ട് ലിവറിന് കൂടുതൽ ഡാമേജാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ ഫാറ്റി ലിവറും ലിവർ പ്രോബ്ലം ഉള്ള ഡയബറ്റിക് പേഷ്യൻ്റ് എടുക്കുന്നത് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതിൻ്റെ പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സമൂഹത്തിലോ അല്ല മെഡിക്കൽ പ്രൊഫഷനിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യങ്ങൾ അത് മനസ്സിലാക്കി അത് മാറാനും അതിൻ്റെ അവയർനെസ് ഈവൻ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ വരണമെങ്കിൽ തന്നെ സമയമെടുക്കും. അപ്പം നമ്മൾ അവരവർക്ക് കൂടുതൽ ഇൻ്റലിജൻസ് സ്വയം നമ്മളുടെ ഹെൽത്ത് കെയറിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും അങ്ങനെയൊക്കെ ഉള്ളവരാണ്. ബേസിക്കലി ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സിന് ഇൻട്രസ്റ്റ് എടുത്ത് അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി
അവരുടെ കൂടെയുള്ളവർക്ക് അപ്പം പേരൻസിന് 10, 70, 60 ഒക്കെ വയസ്സുള്ളവർക്ക് 70 വയസ്സുള്ളവരൊക്കെ അവർക്ക് പലപ്പോഴും പേരൻസാണ് കേട്ടോ ഈ മനസ്സിലാക്കി എടുത്തു വരുന്നത്. ഇനി അല്ലെങ്കിൽ മക്കളത് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ വരുന്നവരാണ്. അപ്പം നമ്മളുടെ ഒരു ഇന്റലിജൻസ് ലെവലും കൂടെ ഉണ്ടാവണം. നമ്മളുടെ ഹെൽത്ത് നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കാനുള്ളതല്ല. അത് അവനവൻ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് പലപ്പോഴും ഹെൽപ്പ് വേണ്ടി വരുന്ന ഹോസ്പിറ്റലിൽ ഹെൽപ്പൊക്കെ വരുന്ന ഒരു ഇഞ്ചുറിയും ഇൻഫെക്ഷനും ഒക്കെ വന്നു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഹോസ്പിറ്റലിൽ ഹെൽത്ത് അല്ലാതെ അവിടെയാണ് മോഡേൺ മെഡിസിൻ്റെ ശരിക്കും സ്ട്രെങ്ത് ഇരിക്കുന്നത്. ഒരു പെട്ടെന്നൊരു ആക്സിഡൻറ്റ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ മോഡേൺ മെഡിസിൻ ഇസ് വെരി സ്ട്രോങ്. പക്ഷെ ഫോർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അവനവൻ അതിൻ്റെ കാര്യം മനസ്സിലാക്കി കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ മരുന്നും ഈ അസുഖവും മരുന്നും ഒക്കെ നമ്മളുടെ കിഡ്നിയും ലിവറിനെയും ഫർദർ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ശരിക്കും ഈ ഇങ്ങനെ ഈ ലിവർ പ്രോബ്ലം അതുപോലെ തന്നെ ഫാറ്റി ലിവറൊക്കെ ഉള്ളവരുടെ മാനസിക ഹെൽത്തും കുറച്ച് എഫക്റ്റഡ് ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ശരിക്കും അവർക്ക് അവരുടേതായ ജീവിതശൈലി തിരുത്താനായിട്ടുള്ള എബിലിറ്റിയെ ഇത് ബാധിക്കാറുണ്ടോ? അതൊരു ഡിഫിക്കൽട്ട് കാര്യമാണ്. ശരിക്കും നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്ത് വരുമ്പം 2 ഗ്രൂപ്പ് ഞാൻ കാണാറുണ്ട്. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ലിവറിൻ്റെ പ്രോബ്ലവും കൂടെ വന്നു കഴിയുമ്പോൾ കുറച്ച് നാളായിട്ട് മാനസിക രോഗത്തിനായിട്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മിക്കവാറും ഡെഫിനറ്റ്ലി ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഓർ 2 സിറോസിസിലേക്കൊക്കെ സിറോസിസിലെത്തിയില്ലെങ്കിലും 2 ഓർ 3 ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഓൾസോ നമ്മൾ 10, 20, 25 വയസ്സൊക്കെ ഉള്ളവരൊക്കെ എത്രയോ പേരാണ് സൈക്കാട്രിക് മെഡിസിൻസിൻ്റെ നമ്മൾ സൈക്കാട്രിക് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അവർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, അവർ ടയേർഡായിരിക്കും, അവരെ ലിവറിൻ്റെ പ്രോബ്ലം കൊണ്ട് ടയേർഡാകും, പക്ഷെ മരുന്ന് കൊണ്ട് തന്നെ ഡബിൾ ടയേർഡാകും. കാരണം മരുന്ന് തന്നെ നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്ത് ഒരുതരം തളർത്തുന്ന മരുന്നുകളൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ കുറച്ചുകൂടെ ഓവർ ആക്റ്റീവായിട്ടും അങ്ങനെ ആങ്സൈറ്റി ഒക്കെ വരുമ്പോൾ തളർത്തുന്ന മരുന്നുകളായിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ വരുമ്പം ലിവറിനും പ്രോബ്ലം ടയേർഡ്നെസ്സും ഒക്കെ കൂടെ ആയിരിക്കും. അവർക്ക് ഒരിക്കലും കുറേ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഇൻ്റലക്ച്വലി അവർക്ക് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ പേരൻസോ ആരെങ്കിലും അവരെ ഒരു സപ്പോർട്ട് ചെയ്ത് അവർ ചിലർ പറഞ്ഞ പേരൻസും കൂടെ പറഞ്ഞാൽ കേൾക്കാത്തൊരു നിലയിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ പേഷ്യൻറ്റിന് വേണമെന്നുണ്ടാവണം, ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് ഒരു വില്ലിങ്നെസ് ഉണ്ടാവണം. അപ്പം ചിലരൊക്കെയാണ് വളരെ പാസീവായിരിക്കും, അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പം അവർക്ക് എങ്ങനെയായാലും രോഗത്തിൽ നിന്ന് മാറണമെന്നുണ്ടാവും. 3ഉം 4ഉം സൈക്കാട്രിക് മെഡിസിനൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും അവർക്ക് ജോലിക്ക് പോകാനോ അല്ലെ ജോലിയിൽ തന്നെ പെർഫോം ചെയ്യാനോ ഒക്കെ പറ്റാതിരിക്കുന്നവരായിരിക്കും. അപ്പം അവർക്ക് പേഷ്യൻറ്റിനും വില്ലിങ്ങാണ്, അവരുടെ പേരൻസും അല്ലെങ്കിൽ വൈഫ് ഗാർഡിയൻസ് ആയിട്ടുള്ളവരും കൂടെ സപ്പോർട്ടീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. പക്ഷെ വെരി റെയറിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കാട്രിക് ഡിസീസ് ഇപ്പം ആകെ അമ്മയും മോളും മാത്രമായിരിക്കും വീട്ടിൽ. മോൾക്ക് ഇപ്പം സൈക്കാട്രിക് ഡിസീസ് ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് മറ്റേ ആളെ ആയിട്ട് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവർ മരുന്ന് കഴിച്ചോ നമ്മളിത് ചെയ്യുന്നതോ ഒന്നും അവരെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയാണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഫാമിലി മെമ്പേഴ്സിന് അവരെ കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മൈൻഡിന് നമുക്കിതിന് അതിനൊരു വില്ലിങ്നെസ്സും അത് ഫോളോ ചെയ്യാനും പറ്റണം. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷെ നല്ല ഒരു ശതമാനം എൻ്റെ ഞാൻ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുന്ന ഈ സൈക്കാട്രിക് ഡിസീസും അതിൻ്റെ കൂടെ മിക്കവാറും കുറേ നാൾ കഴിച്ചപ്പോഴേക്കും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ മാറി പലരും ജോലിക്കൊന്നും പോകാൻ പറ്റാതെ അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഒരു എഫിഷ്യൻസി ഇല്ലാതെ ഇരിക്കുന്നവർക്ക് നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് അവർ പ്രോപ്പർലി ജോലിക്ക് പോകാനും ഒക്കെയുള്ള നിലയിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. പലരും ഇനി സൈക്കാട്രിക് മെഡിസിൻ കുറച്ച് നാൾ കഴിച്ചിട്ട് ഓവർ വെയിറ്റും ആയിരിക്കും. അപ്പം വിതിൻ 3 മന്ത്സ് നമുക്കൊരു 20% നന്നായിട്ട് നോക്കുന്ന പേഷ്യൻ്റാണ് 20% വെയിറ്റ് റിഡക്ഷൻ കിട്ടും. പക്ഷേ സൈക്കാട്രിക് പേഷ്യൻറ്റിൻ്റെ ഈ വെയിറ്റ് റിഡക്ഷൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറവായിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ. ഫസ്റ്റ് മന്തിലൊക്കെ 3 മന്ത്സിൽ പലപ്പോഴും 22% ഒന്നും കിട്ടാറില്ല. കാരണം അവർ ഭയങ്കര ലെഥാർജിക് ആയിരിക്കും, ഒരു ലോ എനർജി ആയിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ. അവരുടെ മരുന്നിൽ നിന്നൊക്കെ മോചനം നേടിക്കഴിയുമ്പോഴാണ് അവർക്ക് പ്രോപ്പർലി എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നത്. അപ്പം ചിലപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് 3 മാസം എന്നുള്ളത് കൂടുതൽ നാൾ
എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് വെയിറ്റ് റിഡക്ഷൻ കൂടുതൽ വേണ്ടി വരുമ്പം 6 മന്ത്സോ അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് എന്ത് ഹെൽത്ത് വേണ്ടി വരുന്നു എന്നുള്ളതനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ശരിക്കും ഡോക്ടർ പലപ്പോഴും പറയാറുണ്ട് ഈ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ആൾക്കാർക്ക് എനർജി കൂടുതൽ തോന്നും. പിന്നെ അവർക്ക് ഉറങ്ങാൻ ബെറ്ററായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡിൻ്റെ റെസ്ട്രിക്ഷൻസിൽ നിന്നൊക്കെ ഒരു വലിയ പരിധി വരെ മാറാൻ പറ്റും എന്നൊക്കെ. പക്ഷെ ജനറലി ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെയല്ല. ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിതശൈലി തിരുത്തുക എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു എല്ലാം ഒഴിവാക്കി ഇഷ്ടപ്പെടുന്നതൊന്നും നടക്കൂല എന്നുള്ള രീതിയിലാണ്. അപ്പം അതെന്തുകൊണ്ടാണ്? എല്ലാവരുടെയും വിചാരം എന്നല്ല, എല്ലാവരുടെയും ഹാപ്പിനെസ് മുഴുവൻ ഇരിക്കുന്ന ഫുഡിലാണ്. അല്ലേ? നമ്മൾ എന്ത് ആഘോഷങ്ങൾ വന്നാലും അത് ഫുഡിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ്. ഇപ്പം ഏത് മതത്തിൻ്റെ ആണേലും അവിടെ എല്ലാം ഫുഡാണ് കയറി വരുന്നത്. ഏറ്റവും ഒരു പ്രധാനം. ചില പക്ഷേ എവിടെയും ഉണ്ടാവും. പ്രത്യേകിച്ച് ഓരോ റിലീജിയൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും. ജനറലി എല്ലാം ഒരു ഫുഡ് കോൺസെൻട്രേഷൻ വരുന്നുണ്ട്. അത് നമ്മളുടെ ഹാപ്പിനെസ് ഫുഡ് ഈ നമ്മുടെ എല്ലാ സെൻസസും നമ്മൾ 5 പഞ്ചേന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അത് ഉപയോഗിക്കുന്ന ഒരു ആസ്പെക്റ്റാണ് ഫുഡിൻ്റെ. നമ്മൾ ആലോചിച്ചറിയാം, നമ്മളതിനകത്ത് കാണുമ്പോൾ ഉള്ള അട്രാക്ഷനുണ്ട്. അതിനാണല്ലോ നമ്മൾ കളറൊക്കെ ചേർത്ത്, പിന്നെ ടേസ്റ്റ് മാത്രമല്ല അതിൻ്റെ സ്മെല്ല്, കളറ്, ഈവൻ നമ്മൾ അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ നമ്മൾ അതിൻ്റെ ആ ടച്ച്, ആ സോഫ്റ്റ്നെസ്, ക്രിസ്പിനെസ് ഒക്കെ എൻജോയ് ചെയ്യുന്നത് ടച്ചാണ്. ക്രിസ്പിനെസ് ശരിക്കും നമ്മുടെ ഇയേഴ്സാണ് അതിനകത്ത് എൻജോയ് ചെയ്യുന്നത്. സോ ഈവൻ ടച്ച് ഓൾ ഈ 5 ഇന്ദ്രിയങ്ങളും കൂടി ഒന്നിച്ച് കിട്ടുന്ന ഒരു കാര്യമാണ് വരുന്നത്. അപ്പം നമുക്ക് അത് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രത്യേകിച്ചും എല്ലാവർക്കും ഒരു ടെൻഷനായിരിക്കും. പലപ്പോഴും നമ്മൾ ഈ ഓവറായിട്ട് ഫുഡ് വേണമെന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ഈ ഇൻസുലിൻ്റെ ലെവലും ഷുഗറിൻ്റെ ലെവലും ഒക്കെ ഇത് വരുന്നതുകൊണ്ട് അവർക്ക് ചിന്തിക്കാൻ തന്നെ പറ്റില്ല ഫുഡ് കൺട്രോൾ ചെയ്യുന്നത്. കാരണം അവർ ഫുഡ് ഇച്ചിരി നേരം നിർത്തി കഴിയുമ്പോഴേക്കും അവർ ഹൈപ്പോഗ്ലൈസിമിയിലേക്ക് പോയും കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. പിന്നെ പലർക്കും ഭക്ഷണം കുറയ്ക്കുമ്പോൾ ഈ പ്രഷറിനും ഈ ആസ്പിരിനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും വയറ് കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് ശരിക്കും വിശപ്പല്ല, അവരെ അൾസർ കാരണം ഈ മരുന്നിൻ്റെ ഇഫക്റ്റിലുള്ള ആസിഡിറ്റിയും അൾസറും കാരണം അവർ കരുതുന്നത് അവർക്ക് വിശപ്പാണ്. പക്ഷെ ആക്ച്വലി അവർക്ക് വിശപ്പല്ല. അപ്പം അവർക്ക് വിശക്കുന്നില്ല ശരിക്കും, വിശപ്പല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അസിഡിറ്റിയുടെ. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പം ഒരു പേഷ്യൻ്റ് പറഞ്ഞാൽ അവരുടെ ഒരു ഫാറ്റി ലിവർ അല്ല, ശരിക്കും ലിവർ ഫെയിലിയറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാൻസർ സ്റ്റേജിലേക്കും കൂടെ എത്തിയ ഒരു പേഷ്യൻ്റാണ്. അപ്പം ശരിക്കും ലിവർ ഫെയിലിയറിന് വേണ്ടിയിട്ട്, ലിവറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അവർ പോയി ഒരു ബാൻഡിങ് ചെയ്തു. അത് കഴിഞ്ഞപ്പം അവർക്ക് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത് നോക്കുമ്പം തൊണ്ടയിൽ നിന്ന് ഇതിറങ്ങുന്നില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വന്ന് നോക്കുമ്പോഴേക്കും അവർ സ്റ്റൊമക് ക്യാൻസറും ഇസോഫേഗൽ ക്യാൻസറും വന്നു. അതൊരു 3rd സ്റ്റേജാണ്. അപ്പോൾ അത് ഇന്നോപ്പറബിൾ ആണ്. പിന്നെ കീമോതെറാപ്പി ഇതിന് വലിയ കാര്യമായിട്ട് ട്രീറ്റ്മെൻ്റ് ഇല്ല. പിന്നെ ലിവർ ഫെയിലിയറും കൂടെ അല്ലേ, കീമോതെറാപ്പി ഒന്നും ചെയ്യാൻ പറ്റില്ല. സിവിയർ ലിവർ ഡാമേജ് വേണം. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ്. കാരണം അല്ലാത്തവരെപ്പോഴും നമ്മൾ ക്യാൻസർ എന്നൊന്നും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ കീമോതെറാപ്പി, റേഡിയേഷൻ, ഓപ്പറേഷൻ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറബിൾ നിലയല്ല. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരാനും കാരണം. അപ്പോൾ ഇദ്ദേഹം വരുമ്പം പേഷ്യൻറ്റിനല്ല ശരിക്കും മക്കൾക്കും അതിനും ആ വൈഫിനും ഒക്കെ ഉള്ള ടെൻഷൻ മുഴുവനും ഫുഡ് കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ശരിക്കും അദ്ദേഹത്തിന് ശരിക്കും ഫുഡ് കഴിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പം ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ വരുമ്പോൾ എനിക്ക് എപ്പോഴും വിശക്കുക എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റൊമക്കിനകത്തുള്ള അൾസറിൻ്റെ ഇതാണ്, ആക്ച്വലി വിശപ്പല്ല. അപ്പം അദ്ദേഹം ശരിക്കും ഇന്നിപ്പോൾ ഒരു 30 ദിവസം ആയപ്പോഴേക്കും വന്നപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിശപ്പേ ഇല്ല, എനിക്ക് ഇത്രയൊന്നും ഡോക്ടർ തരുന്ന മറ്റേ സപ്പോർട്ട് ന്യൂട്രിയൻ്റ് പോലും വേണമെന്നില്ല, എനിക്ക് അത്ര വിശപ്പ് കുറഞ്ഞു. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ശരിക്കും നമ്മൾ മറ്റു ഓവർ വെയിറ്റും കൂടെ ഉണ്ട്, വെയിറ്റ് കുറയേണ്ടതുണ്ട്. വേറെ ഒന്നും ഈ ക്യാൻസർ പേഷ്യൻസിന് നമ്മളെപ്പോഴും പറയുന്നത് നോ കാർബ് ഡയറ്റാണ്. അപ്പം കാർബോഹൈഡ്രേറ്റ് ഇല്ല, അവർക്ക് വേണമെങ്കിൽ ഫിഷോ മീറ്റോ പോലെയുള്ളത് കഴിക്കാം. അപ്പം ഫിഷോ മീറ്റോ അപ്പം അദ്ദേഹത്തിന് ആദ്യത്തെ സമയത്ത് ആദ്യത്തെ ഫസ്റ്റ് വീക്കിലൊക്കെ വിശപ്പാന്ന് പറഞ്ഞിരുന്ന ആൾ ആ സ്റ്റൊമക്കൊക്കെ ഒന്ന് കൺട്രോളായി കഴിഞ്ഞു വന്നപ്പോഴേക്കും
വിശപ്പ് കുഴപ്പമേ ഇല്ലെന്നുള്ള ഇതിലേക്ക് വന്നു. അപ്പൊ എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് ഇത്രയൊക്കെ കിട്ടിയാൽ മതി. ഭയങ്കര ഭക്ഷണ കൊതിയനായിരുന്ന ആളാണ്. അപ്പം അത് അതിന്റെ കൂടെ വേറെ അസുഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഈ മരുന്ന് നിർത്തി കഴിയുമ്പോഴേക്കും ആൾക്കാരുടെ വിശപ്പ് കുറയും. അതാണ് ഈ മരുന്നുകൾ ഉണ്ടാക്കുന്ന ആ വയറ് കത്തുന്ന ആ ഫീലിങ്ങിനെ എല്ലാവരും കാണുന്നത് വിശപ്പായിട്ടാണ്. നമുക്ക് നമ്മുടെ വിശപ്പ് നമുക്ക് നേച്ചർ തന്നിരിക്കുന്നത് എന്താ? നമുക്ക് വേണ്ട ന്യൂട്രിഷൻ ബോഡിക്ക് കിട്ടിക്കാൻ വേണ്ടിയിട്ടാ. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വേണ്ട ഭക്ഷണം, വേണ്ട ന്യൂട്രീഷൻ നമുക്ക് ബോഡിക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു നാച്ചുറൽ ഇതാണ് വിശപ്പ് വരിക എന്നുള്ളത്. അപ്പൊ അതല്ലാതെ നമുക്ക് ആവശ്യത്തിന് ഫുഡ് കിട്ടിയിട്ട് ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ട് നമ്മുടെ വിശപ്പ് കുറയും. പിന്നെ നമുക്ക് കൊതി ഉണ്ടാകും. നമ്മൾ തിന്ന് ശീലിച്ച സാധനങ്ങൾ നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ നാച്ചുറലി കൊതി വരും. അത് വേറൊരു ആസ്പെക്ട്. അതൊന്നൊരു ഹെൽത്തിന്റെ സൈനാണ്. അപ്പം അതാണ് നമുക്ക് ബോഡിക്ക് വേണ്ടത് കിട്ടിയാൽ നമ്മുടെ വിശപ്പൊക്കെ മാറും. അത് വിശപ്പ് ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ വിശപ്പിനെ കണ്ടാൽ മതി. നേച്ചറിന്റെ ഇത്. മറ്റത് പലപ്പോഴും കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് വയറ് കത്തി ഈ അൾസറും വയറിന്റെ പ്രോബ്ലംസ് കൊണ്ടോ അല്ലെ ക്ഷീണം കൊണ്ടോ. പിന്നെ വേറൊരു ഗ്രൂപ്പ് നമ്മൾ കാണാനുള്ള എന്താന്ന് ചോദിച്ചാൽ സോഡിയം കുറഞ്ഞു പോകും പലരിലും. പലരിലെയും ഒത്തിരി നാൾ ബിപിക്കൊക്കെ മരുന്ന് കഴിച്ച് കഴിച്ച് സോഡിയം ലോ ആയി പോകും. അപ്പം ഡയബറ്റിക് പേഷ്യന്റ് പറയും, ഡോക്ടർ എൻ്റെ ഷുഗറൊക്കെ നോർമലില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു. അപ്പം പ്രത്യേകിച്ച് ഡയബറ്റീസും പ്രഷറും ഒക്കെ ഉള്ളവര്. അപ്പോൾ ഒന്ന് നമ്മൾ പ്രഷറിന്റെ മരുന്ന് കുറയ്ക്കുകയാണ്. അപ്പം പ്രഷർ കുറഞ്ഞിട്ടും പ്രഷറിന്റെ മരുന്ന് കുറച്ചില്ലേ ക്ഷീണം വരും. എന്നിട്ടും പ്രഷർ ഇച്ചിരി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും നമ്മൾ കാണുന്ന പ്രഷറും ഈ സോഡിയം കുറഞ്ഞു പോയാലും പ്രഷർ വരും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിന്ന് ഞാൻ പറയാം. സോഡിയം തീരെ കുറഞ്ഞിരുന്നു കഴിഞ്ഞാലും ചിലപ്പോൾ പ്രഷർ വരും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സോഡിയം ക്ലോറൈഡ്, നമ്മൾ കോമൺ സോൾട്ട് ലോ ലെവലിൽ ഒരു ജ്യൂസോ സൂപ്പോ ഒക്കെ ആയിട്ട് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വരും. അപ്പം എപ്പോഴും നമുക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ അല്ലെ കാലറിയുടെ അല്ലെ ഗ്ലൂക്കോസിന്റെ കുറവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കണ്ടുപിടിച്ച് അല്ലെ ക്ഷീണമോ അല്ലെ വിശപ്പോ വരുന്നതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യണം. അതിനൊക്കെയാണ് നമ്മൾ പേഷ്യന്റിനാണേലും കുറച്ചൊരു അവരെ എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കുകയാണ്. ബേസിക്കലി നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് അവരുടെ ബോഡിക്ക് വരുന്ന ചേഞ്ചും അതിന്റെ റീസൺ എന്താണെന്ന് സ്വയം കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതിനുള്ള ഒരു എബിലിറ്റി പേഷ്യന്റിനും കൂടെ ഉണ്ടാകണം. അതായത് ഒരു ഫ്രീ തിങ്കിങ് കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം നമ്മളുടെ എല്ലാ ബ്രെയിൻ വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ എല്ലാം നമ്മൾ ആ വെസ്റ്റേണൈസ്ഡ് കൾച്ചറും വെസ്റ്റേണൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും എല്ലാം ആയിട്ട് യൂറോപ്യൻസ് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സ് പറയുന്നതാണ് നമുക്ക് എല്ലാത്തിനും നമ്മൾ ഇതായിട്ട് എടുക്കുന്നത്. ആ ഒരു ആസ്പെക്റ്റിന് ഒരു ഫ്രീ തിങ്കിങ് ലെവലിലേക്ക് വന്ന് ഒരു ലോജിക്കലി ചിന്തിക്കാനും കൂടെ പറ്റണം. ശരിക്കും നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഈ ലിവറിന്റെ കാര്യം പറയുമ്പോൾ 4 സ്റ്റേജസ് ആയിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ അങ്ങനെ 4 സ്റ്റേജസിൽ ആയിട്ട് കാണുമ്പോൾ അതിലെ ഈച്ച് സ്റ്റേജിൽ എന്ത് ടൈപ്പ് ഓഫ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ് സാധ്യമാവുക? ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ലിവർ ഡിസീസ് സ്റ്റേജ് 1 ആണെങ്കിലും സ്റ്റേജ് 4 ആണെങ്കിലും നമ്മൾ ഏതിലും നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്യാനാണ്. അതിൻ്റെ കൂടെ എത്ര രോഗങ്ങളുണ്ടെങ്കിലും നമ്മൾ ബോഡിയെയാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അവിടെ ലിവർ സെൽസിനെ മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ നമ്മൾ ഈ ഫുഡും കറക്റ്റായിട്ടുള്ള ന്യൂട്രിഷൻ കൊടുക്കുന്നു, ടോക്സിൻസ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ഓൾറെഡി അടിഞ്ഞിരിക്കുന്ന ടോക്സിൻസ് ആണെങ്കിലും ഈ ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ടുള്ള എക്സസൈസ്, നമ്മുടെ ആക്ടിവിറ്റീസ് നമുക്ക് നമ്മുടെ ബോഡിയെ കൊണ്ട് ബേസിക്കലി നമുക്ക് വോളണ്ടറി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിനെ കൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് മെയിൻലി നമ്മളുടെ മസിൽസ് ആണ്. അപ്പം മസിൽസിനെ കറക്റ്റ് ഫോമാറ്റിൽ എക്സസൈസ് ചെയ്യിപ്പിച്ച് നമ്മുടെ ഹോൾ ബോഡിയിലേക്ക് ബ്ലഡ് എത്തിക്കുക എന്നുള്ളതാണ്. ബ്ലഡിൽ കൂടെ ആണല്ലോ ന്യൂട്രിഷൻ എല്ലാം എത്തുന്നത്. അപ്പം നമുക്ക് ലിവറിലേക്ക് മാത്രം എന്താ എനിക്ക് ലിവർ പലപ്പോഴും പല പേഷ്യൻസും പറയും, ഡോക്ടർ എനിക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ബോധേഡേ അല്ല, അതൊക്കെ ഞാൻ മരുന്നിൽ കൺട്രോൾഡാണ്, പക്ഷെ എനിക്ക് എൻ്റെ ലിവറിനെ മാത്രം കറക്റ്റ് ചെയ്യണം, അതാണ് പ്രശ്നം. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ലിവറിനെ മാത്രമായിട്ടല്ല നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് ലിവർ ഡിസീസിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അതുകൊണ്ട് വന്നിരിക്കുക, അതിനുവേണ്ടി കഴിച്ച മരുന്നുകളും കാരണമാണ് നമ്മൾ ലിവർ ഡിസീസിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും മരുന്നില്ലാതെ കൺട്രോൾ ചെയ്ത് നമ്മൾ ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ നോക്കണം. ആദ്യം നമുക്കിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ബ്ലഡ് ഷുഗറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ കൺട്രോൾ ചെയ്യാം, അത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാം. പ്രഷറും ഒക്കെ പാരലി കുറഞ്ഞു വരും എന്നുള്ളതാണ്.
അത് കഴിഞ്ഞിട്ട് ലിവറിന് റീജനറേറ്റ് ചെയ്യാനുള്ള സമയവും കൂടെ കൊടുക്കണം. അപ്പം സിംറ്റമാറ്റിക്കലി അല്ല, ബ്ലഡ് ടെസ്റ്റിൽ കൂടെ കാണുന്ന കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് കറക്റ്റ് ചെയ്യും. ഈവൻ ലിവറിൻ്റെ എൻസൈംസ് SGOT SGPT ഒക്കെ കൂടിയിരിക്കുന്നതൊക്കെ, ഈവൻ ബിലിറൂബിനൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്, അതൊക്കെ ഫാസ്റ്റായിട്ട് തന്നെ കുറഞ്ഞു വരും. വിതിൻ വീക്സ് നമുക്ക് അതിൻ്റെയൊക്കെ റിസൾട്ട് കാണാൻ പറ്റും, ആഴ്ചകൾ. മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം, തെളിവുണ്ടാവണം. നമ്മൾക്ക് ഈ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് എന്താ തെളിവ്, അതാണ് എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ബോഡിയെ മനസ്സിലാക്കാൻ ടെസ്റ്റുകൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രസ് അസസ് ചെയ്യാനായിട്ടും ടെസ്റ്റുകൾ ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പേഷ്യൻസിൻ്റെയും കോൺഫിഡൻസ് കൂടും. ശരിയാണ്, റിപ്പീറ്റ് ടെസ്റ്റുകൾ വരുമ്പോൾ അതിനൊരു കോസ്റ്റ് വരും. പക്ഷേ നമുക്ക് ഇന്ത്യയുടെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കൊക്കെ ടെസ്റ്റുകൾ റീസണബിളി ഇതായിട്ട് കിട്ടും, അവൈലബിൾ ആണ്. അപ്പം അതാണ് നമുക്ക് പേഷ്യൻസ്, ഈ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള പേഷ്യൻസിൻ്റെ നമ്മൾ കാണാറുണ്ട്. അവർക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടെസ്റ്റും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് അവർക്ക് ആ ഇൻഷുറൻസിൻ്റെ പ്രോട്ടോക്കോളിൽ കൂടെ ഒക്കെ പോയി പ്രൈവറ്റായിട്ട് ചെയ്തു പോകുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇൻഷുറൻസ് പ്രോട്ടോക്കോളിൽ കൂടെ പോയി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഈസി ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ വളരെ ഫ്രീ ആണെന്നല്ല, നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും അത്രയും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വരുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ മറ്റ് രാജ്യങ്ങളിലെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എക്കണോമിക്കാണ്, അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് എടുത്ത് നമ്മൾ ഇപ്പം നമുക്ക് ഈ ക്ലിനിക്ക് നമ്മൾ വേറെ ഒരിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ ക്ലിനിക്ക് ഇത്ര ഫാസ്റ്റായിട്ട് ഇങ്ങനെയൊരു ക്ലിനിക്കൽ സപ്പോർട്ടോടെ. കാരണം അതൊരു പ്രത്യേക രീതിയിലുള്ള പ്രോട്ടോക്കോളിൽ കൂടെ പോയി പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ആ റിസൾട്ട് നമുക്കത് അവൈലബിൾ ആണ് നമ്മളുടെ നാട്ടിൽ. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്, എന്താണെന്ന് മനസ്സിലാക്കിയെടുത്ത് അതിൻ്റെ ബെനിഫിറ്റ്സ്. ഈ നമ്മൾ എല്ലാവരും മലയാളികളാണ് ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നതെന്നാണ് പറയുന്നത്, അല്ലേ? ഏറ്റവും ഡയബറ്റിക് സെൻ്ററാണ്, പ്രഷറിന് ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മുടെ പോപ്പുലേഷൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മരുന്നിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, ഓപ്പറേഷൻ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് മലയാളികൾക്കായിരിക്കും. കാരണം നമ്മളുടെ അവയർനെസ്, ഹെൽത്ത് അവയർനെസ് ശരിക്കും മെഡിക്കൽ ഫീൽഡ് ആ മരുന്ന് ഓപ്പറേഷന് ചെയ്ത് മരുന്ന് ചെയ്യുക എന്നുള്ള നിലയിൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ച് എങ്ങനെ നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഈ മരുന്നും അസുഖങ്ങളും മാറുന്നില്ലല്ലോ. വെറുതെ സിംപിളി ലോജിക്ക് നോക്കിയാൽ മതി, മരുന്ന് കൊണ്ട് ആരുടെയും രോഗം മാറുന്നില്ല. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും കൂടുതൽ മരുന്നായിരിക്കും. സ്റ്റെൻറ്റ് ഇട്ടോ അല്ലെ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് കൂടുതൽ മരുന്നുകളായിരിക്കും കഴിക്കേണ്ടി വരുന്നത്. അത് വീണ്ടും നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യുകയാണ്. ലിവർ ഡിസീസ് ഉള്ളവർ പ്രത്യേകിച്ച് അതും കൂടെ മനസ്സിലാക്കണം. അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മളെ മാത്രമല്ല, നമ്മളുടെ വരും തലമുറകളെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇതോടുകൂടി നമ്മളുടെ ഈ 4 പാർട്ട് സീരീസ് ഓൺ ലിവർ ഡിസീസും ഫാറ്റി ലിവറും അവസാനിക്കുകയായി. നന്ദി, നമസ്കാരം. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക.